യുവനടിമാരിൽ ശ്രദ്ധേയയാണ് താരപുത്രിയായ അഹാന കൃഷ്ണ. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളാണ് അഹാന കൃഷ്ണ. ലൂക്ക എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് അഹാന കൃഷ്ണ കൂടുതലും ശ്രദ്ധ നേടിയത്. അഭിനയത്തിൽ ഇടയ്ക്കൊക്കെ സജീവമായ അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ്. താരപുത്രി തന്റെ വിശേഷങ്ങളും കുടുംബത്തിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അഹാനയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. പലപ്പോഴായിട്ടും ചില വിമർശനങ്ങളിലൊക്കെ തന്നെയും അഹാന കൃഷ്ണ അകപ്പെടാറുണ്ട്. ഇപ്പോൾ ഇത് അത്തരത്തിലൊരു വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ഉയർന്നു വരുന്നത്. അഹാന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തുന്ന സിനിമയാണ് നാൻസി. ഈ സിനിമയിലെ ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആ ചിത്രത്തിന്റെ സംവിധായകന്റെ ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞതോടെ വീണ്ടും അഹാനക്കെതിരെ കടുത്ത വിമർശനവുമായി നിരവധി പേരാണ് എത്തുന്നത്. സംവിധായകന്റെ ഭാര്യ അലിഗേഷൻസ് അഹാനക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള മറുപടിയായിട്ടൊന്നും തന്നെ അഹാന കൃഷ്ണ ഇതുവരെ എത്തിയിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രൊമോഷന്റെ ഭാഗമായി അഹാന ഇതുവരെ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് സംവിധായകന്റെ ഭാര്യ പറയുന്നത്. സംവിധായകൻ മരിച്ചുപോയത് കൊണ്ട് തന്നെ സിനിമ ഇറങ്ങാൻ ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെ സംവിധായകന്റെ ഭാര്യയാണ് ഇപ്പോൾ ഇതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇതിന് ചുറ്റി നിൽക്കുന്നത്. അഹാനയെ പലപ്പോഴും വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അഹാനയ്ക്ക് ഫോൺ ലഭിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അഹാന മനഃപൂർവ്വം എടുത്തിരുന്നില്ല എന്ന് പറയേണ്ടി വരും. പലപ്പോഴും ഇതൊക്കെ തന്നെയും അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമമായിട്ട് തോന്നിയെന്നും അഹാനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അഹാന ഇതുവരെ അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്താണ് പ്രശ്നമെന്നും അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സിനിമയുടെ നിർമ്മിതാക്കളുടെ വാദം മാത്രം കേട്ടാൽ പോരാ എന്നും അഹാനയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നും കേൾക്കണമെന്നുമാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത്. എന്തൊക്കെയായാലും പ്രമോഷന്റെ പരിപാടികൾക്കൊക്കെ തന്നെയും അഹാനയെ പ്രതീക്ഷിക്കുകയാണ് ആരാധകരും. എന്നാൽ അഹാനയെ കണ്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അഹാന ഇതിനു മുൻപ് അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെയും പ്രമോഷന്റെ ഭാഗമായിട്ട് വേണ്ട സജ്ജീകരണങ്ങൾക്കൊക്കെ തന്നെയും എത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് പ്രമോഷന് വേണ്ടിയിട്ട് അഹാന എത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇതിന്റെ കാരണം തിരക്കിക്കൊണ്ടും ആരാധകർ എത്തിയിട്ടുണ്ട്. അഹാനയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകരെല്ലാവരും. മലയാളികൾക്കെല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള ഒരു യുവനടി തന്നെയാണ് അഹാന കൃഷ്ണ. ടൊവിനോ തോമസ് നായകനായെത്തിയ ലൂക്ക എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് അഹാന കൃഷ്ണ കൂടുതലും ശ്രദ്ധ നേടിയത്. പിന്നീട് 18-ാം പടി എന്ന സിനിമയിലും അഹാന കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്തായി പുറത്തിറങ്ങിയ അടി എന്ന സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും കൂടുതലും ശ്രദ്ധ നേടിയത് ടൊവിനോ തോമസിന്റെ നായികയായെത്തിയ ലൂക്ക എന്ന സിനിമയിലൂടെയാണ്. നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. താരപുത്രി എന്നതിലുപരി നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് അഹാന കൃഷ്ണയെന്ന്. നിങ്ങൾക്ക് അഹാന കൃഷ്ണയെ ഇഷ്ടമാണോ? വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.